ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനെ ആദർശം ഓഫീസിൽ നിന്ന് വരുമ്പം കഴിക്കാനായിട്ട് ദേവയാനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ജാനകിക്കും ജലതിക്കും ഒട്ടും സഹിക്കുന്നൊന്നുമില്ല. ഓ, എന്താ പറയാനായി, ഇപ്പം ഏട്ടത്തി ഇപ്പം അവളുടെ ഒരു വേലക്കാരി പോലായല്ലോ. അവൾ വരുമ്പോഴത്തേന് അവൾക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട ഗതികേടില്ല എന്ന് പറയും. അപ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്, അല്ലാതെ അവളെ ഉദ്ദേശിച്ചല്ലെന്നൊക്കെ പറയും. അപ്പോഴത്തേന് ജലജ പറയുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ആണല്ലോ എന്ന്. അതെന്ത് ചെയ്യാനാ, ഇപ്പം അവനൊരു പെൺകോന്തനായി പോയില്ലേ. ഇപ്പം അവൻ്റെ ഭാര്യ ഇഷ്ടപ്പെടുന്ന പലഹാരങ്ങളൊക്കെ മാത്രമേ ഇപ്പം അവനും കഴിക്കത്തുള്ളൂ എന്ന് പറയും. നമ്മുടെ ആദർശല്ലേലും ഒത്തിരി അങ്ങ് മാറിപ്പോയി. അവാർഡ് ദാനത്തിന് തന്നെ നയന ആദർശം എന്നല്ലേ പറഞ്ഞത്, ആദർശം നയനയുടെ വാലായി പോയില്ലേ എന്നൊക്കെ പറയും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബം കലഹം ഉണ്ടാക്കരുത്. പിന്നെ നിൻ്റെ ഈ സ്വഭാവം കാരണമാണ് നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ നിൽക്കാതെ പോയത്. നീ അവൻ്റെ തോളിലോട്ട് കയറുകയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് ജലജ അങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നാലും ജാനകിയും പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ അവളെ ഇങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയും ആദർശവും അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നയനയുടെ കയ്യിൽ ആ അവാർഡൊക്കെ കിട്ടിയ സാധനമൊക്കെ ഉണ്ട്. അന്നേരത്തേന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിയെ മോളെ എന്ന് കാണിച്ചെന്നൊക്കെ. അപ്പം ജലജ പറയും, ഇത് ടി വി കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. ടി വിയിലല്ലേ കണ്ടത്, നേരിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയും. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത് ഓഫീസിലെങ്ങാനും വെച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം നയന ദേവയാനി ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. രണ്ടുപേർക്ക് ചിരി വരും. അന്നേരത്തേന് മുത്തശ്ശി പറയും, വേണ്ട, അത് ഇവിടെ തന്നെ ഹാളിൽ വെക്കണമെന്ന് ആ മുത്തശ്ശനും പറഞ്ഞ്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാതിരുന്നെന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അത് ശരിയല്ല, ജുവലറിയുടെ പേര് കിട്ടുന്നതെല്ലാം ജുവലറി തന്നെ വെക്കാം, പക്ഷേ ഇത് ഇവളുടെ കഴിവിന് കിട്ടിയതാണ്, അതുകൊണ്ട് ഇത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാ തീരുമാനിച്ചിരിക്കുന്നത് പറയും. മുത്തശ്ശി ഉടനെ പറയും, അത് ശരിയാ മോനെ, അത് ഹാളിൽ തന്നെ വെച്ചാൽ മതി. മോളോട് അസൂയയും കുശുമ്പും ഉള്ള ഒരുപാടെണ്ണം ഈ വീട്ടിലുണ്ട്, അവരൊക്കെ രാവിലെ ഉറക്കം തെളിഞ്ഞ് വരുമ്പോൾ തന്നെ ഇത് തന്നെ കണി കാണണമെന്ന് പറഞ്ഞ് മുത്തശ്ശി അത് മേടിച്ചു കൊണ്ട് വെക്കാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേന് ജലജ പറയും, ഇത് നീ ശരിക്കും നിൻ്റെ അമ്മയുടെ കെയർ ഓഫ് വെച്ച് മേടിച്ചു കൊടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ഭാര്യയുടെ കഴിവിനനുസരിച്ച് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശ് അങ്ങ് അകത്തേക്ക് കയറി. അവാർഡ് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നോ മോളെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയും, വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചേച്ചാ മുത്തശ്ശി വരുന്നതെന്ന്. അന്നേരം ദേവയാനി നയനെ നോക്കുന്നൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സന്തോഷമായി എന്ന് പറഞ്ഞ് നയനയെ ആദർശിൻ്റെ കൂടെ കയറി പോകുന്നുണ്ട്. പിന്നീട് അനി നയനെ കാണുമ്പോഴത്തേന് കൺഗ്രാജുലേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഏട്ടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമിക അങ്ങോട്ട് വരും. അനാമികയ്ക്ക് പക്ഷേ ഇതൊന്നും വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. അന്നേരം പറയും, ഓ, ഇതൊക്കെ ആദർശേട്ടൻ പിടിപാട് കൊണ്ട് മേടിച്ചു കൊടുത്ത ലോക്കൽ അവാർഡാണെന്നൊക്കെ മനസ്സിലായെന്നൊക്കെ പറയും. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ കഴിവിനെ മാത്രമേ അംഗീകരിക്കാറുള്ളൂ, അല്ലാതെ കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല എന്നൊക്കെ ആദർശ് പറയും. അനിയോട് അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ കയറിയായിരുന്നു, അന്നേരം നിൻ്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞെന്ന് പറയും. ആണോ, ആർക്കെന്ന് ചോദിക്കുമ്പോഴത്തേന് നന്ദുവിനാണെന്ന് പറയുമ്പോഴത്തേന് അനാമികയുടെ മുഖം അങ്ങ് ഇരുളുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ എന്തിനാണ് ഇവനോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്, വീണ്ടും അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടുള്ള നിങ്ങളുടെ തന്ത്രമല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് അനാമിക. നീ അനിയുടെ ആരാന്ന് ചോദിക്കും. ഞാൻ അവൻ്റെ ഭാര്യയാണെന്ന് പറയും. അത് തന്നെയല്ലേ ബന്ധം, പിന്നെ എന്തിനാ നീ ഇവനുമായിട്ട് ഇത്രയും വഴക്കുണ്ടാക്കി ജീവിതം കളയുന്നതെന്നൊക്കെ എന്നെയും ആദർശം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഈ ഒരു താലിയുടെ ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അങ്ങ് പോവുകയാണ്. അനാമിക നേരെ ജാനകിയുടെ അടുത്ത് ഇരുന്നുണ്ട്. ജാനകി ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പം മരുമോൾ വന്ന് അടുത്തിരിക്കുമ്പോഴത്തേന് മകളുടെ മുഖത്തെ സങ്കടമൊക്കെ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളേന്ന്. അവനാണ് ഇപ്പം എന്നോട് ഒരു സ്നേഹവും ഇല്ല, അവനിപ്പം നന്ദുവിന് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര സങ്കടത്തിലാണെന്ന് പറയും. മോളിങ്ങനെ അവനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാതെ അവനെ ഒന്ന് സ്നേഹിച്ചൊക്കെ കൂടെ നിൽക്കാൻ ജാനകി അനാമിയെ ഉപദേശിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ സ്നേഹിക്കാൻ അമ്മേ, എന്നോട് അവന് ഒരു സ്നേഹവും ഇല്ല, അവൻ്റെ മനസ്സിലെപ്പോഴും അവൻ്റെ ഏട്ടത്തിയും അവളുടെ അനിയത്തിയും എല്ലാവാ. ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവൾക്ക് മെസ്സേജൊക്കെ അയക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ അനി ചെയ്യുന്നുണ്ട് എന്ന് പറയും. പിന്നെ ഞങ്ങൾ തമ്മിലാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല എന്ന് പറയും. അത്
കേൾക്കുമ്പോഴത്തേന് ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട്. ശരിയാണോ മോളെ എന്നൊക്കെ ചോദിക്കും. അതെ അമ്മേ, ഈ ഒരു താലിയുടെ ബന്ധം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ റൂമിൽ രണ്ടായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് ജാനകിയോട് അനാമിക. മോൾ എങ്ങനെയും അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്ക്, ഞാൻ അവനോട് മാക്സിമം പറഞ്ഞൊക്കെ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അമ്മ, ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്നെ സ്നേഹിക്കാനോ എനിക്ക് അവനെ സ്നേഹിക്കാനോ ഒരിക്കലും കഴിയത്തില്ലമ്മ എന്നൊക്കെ പറഞ്ഞ് ജാനകിയുടെ മുമ്പിൽ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ട് അനാമിക. ഇതൊക്കെ കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയ്ക്ക് എന്തായാലും സന്തോഷമാകും, അവരുടെ കുടുംബജീവിതവും തകർന്നല്ലോ എന്ന് ഓർത്തിട്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ജാനകി നീ എങ്ങനെയൊക്കെ പറഞ്ഞ് നിൻ്റെ മകനെ തിരുത്തണം. കണ്ടില്ലേ അനാമിക മോൾ എന്തുമാത്രം സങ്കടത്തിലാണെന്ന് എന്നൊക്കെ പറഞ്ഞ് എരിവ് കയറ്റുന്നുണ്ട് ജാനകിയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, കനകയുടെ ഇളയ മോളെയും കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് എന്തായാലും അവൻ വിചാരിക്കണ്ട. അങ്ങനെ വല്ലതും വിചാരിച്ചാൽ അവൻ എൻ്റെ കർമ്മം ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യത്തുള്ളെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നീ ചത്താലും വേണ്ടില്ല കർമ്മം ചെയ്താലും വേണ്ടില്ല, എനിക്കും എൻ്റെ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കണമെന്ന്. പുറത്തിറങ്ങി വരുന്ന അനി വിചാരിക്കുന്നുണ്ട്, നന്ദുവിന് പനിയാണെന്ന് വച്ചാലും ഫോൺ വിളിക്കുന്നതിനും സംസാരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കുമല്ലോ, ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ എടുക്കുന്നത് കനകയാണ്. കനക ഉടനെ അനിമോനെ എന്നാ വിളിച്ച മോനെ എന്നൊക്കെ ചോദിക്കും. അല്ല, നന്ദുവിന് പനിയാണെന്ന് അറിഞ്ഞു, അത് എന്തായെന്ന് അറിയാനായിട്ട് വിളിച്ചാന്ന് പറയും. മോനെ, അവൾക്ക് ചിക്കൻ ബോക്സ് അല്ലേ, അത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞേ മാറത്തുള്ളൂ. മോനെ ഇതും ചോദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണോന്ന് ചോദിക്കും. അതേ അമ്മേ, വിശേഷമൊക്കെ ഒന്ന് തിരക്കാമെന്ന് വിളിച്ചതാന്ന് പറയും. എന്തായാലും അറിഞ്ഞല്ലോ, ഇത്രേ ഉള്ളൂ വിശേഷം മോനെ, എന്നാൽ വെക്കുവാണേ എന്ന് പറഞ്ഞ ഉടനെ കനക അങ്ങ് ആ ഫോൺ അങ്ങ് വെക്കും. അന്നേരത്തേന് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഗോവിന്ദനോട് കനക പറയും, അനിമോനാണ് വിളിച്ചത്, നമ്മൾ ഇവരോട് വിളിക്കരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും ഇവർ വീണ്ടും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്ന് പറയും. നമ്മളായിട്ട് എന്തായാലും അതിനൊന്നും വളം വെച്ച് കൊടുക്കണ്ടെന്ന് കനകയോട് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഞാൻ ഫോണൊന്നും നന്ദുവിനെ കൊടുത്തില്ല, പിന്നെ എന്തായാലും എനിക്ക് ആ ജ്യോത്സ്യം പറഞ്ഞതിലൊക്കെ ശരിക്കും സംശയമുണ്ട്. ശരിക്കും തറപ്പിച്ചാണ് ജ്യോത്സ്യം പറഞ്ഞത്, അനിയെ മാത്രമേ നന്ദു കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയും. ഈ ജ്യോത്സ്യന്മാർ പറയുന്നൊന്നും അത്രയ്ക്ക് വിശ്വസിക്കേണ്ടെന്ന് ഗോവിന്ദനും പറയും. എന്നാലും ഗോവിന്ദേട്ടാ, ഇവക്ക് SI സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേന് നന്ദു ഒരു മോതിരം കൊണ്ട് വന്നിരുന്നല്ലോ, അത് അവിടെ കൂട്ടുകാർ കൊടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ അവന്മാർ കൊടുത്തത് തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്, അത് അനി കൊടുത്തതാകാനാണ് സാധ്യത എന്നൊക്കെ പറയും. എന്തായാലും നമുക്കിതിനൊന്നും വളം വെച്ച് കൊടുക്കുകയും വേണ്ട, ഫോൺ കൊടുക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങ് പോകുന്നുണ്ട്. നയന സെറ്റിയിലിരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ഒരു ഗ്ലാസ്സിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയും, മോളെ ഇത് കുടിക്ക്, കരളൊക്കെ നല്ലതാകാനായിട്ട് ആരോഗ്യം വെക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. എന്തോ കഷായമാണെന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോഴത്തേന് നയന പറയും, അങ്ങനെയാണെങ്കിൽ അമ്മ കുടിച്ചാൽ മതി, അമ്മയ്ക്കല്ലേ ഇത് ആവശ്യമെന്ന് പറയും. ഞാനിതൊക്കെ ഒത്തിരി കുടിച്ച്, ഇനി മോള് കുടിക്കെന്ന് പറയും. ആരെല്ലാം വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കുടിക്കെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേന് നയന പറയും, വേണ്ടമ്മേ, അമ്മയും കൂടെ കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് 2 പേർ കൂടെ കുടിക്കാമെന്ന് പറയും. എന്നിട്ട് നയന കുറച്ച് കുടിച്ചിട്ട് ദേവയാനിയെ കൊണ്ട് ബാക്കി കുടിപ്പിക്കാൻ നോക്കും. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേന് അപ്പച്ചി വരുന്നെന്ന് ദേവയാനിയോട് നയന പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ദേവയാനി ഗ്ലാസ് എടുത്ത് നയനയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയും, പെട്ടെന്ന് കുടിക്കുക, എനിക്ക് വേറെ പണിയുള്ളതാണ്, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ശരിയാണെന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേന് ജലജ ഇറങ്ങി വന്നിട്ട് എന്നെ എടുത്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. ഇവക്ക് ജലദോഷമാണെന്ന് പറഞ്ഞ് ഇവളുടെ ഭർത്താവ് വന്ന് പറഞ്ഞിരിക്കുന്നു ഇവക്കൊരു കഷായം വെച്ച് കുടിക്കണമെന്ന്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അവാർഡ് എന്നൊക്കെ പറഞ്ഞുള്ള വെയിലെല്ലാം കൊണ്ട് നടന്നിട്ട് വന്നതല്ലേ, ബാക്കിയുള്ളവർക്ക് പണിയായി എന്നൊക്കെ പറയും. കുടിച്ചിട്ട് ഇങ്ങോട്ട് ഗ്ലാസ് തന്നെ എനിക്ക് കൊണ്ടുപോയി കഴുകി വെക്കണ്ടെന്ന് പറയും. ഇടത്ത് ഇപ്പം അവളുടെ ഗ്ലാസ് വരെ കഴുകി വെക്കാറായോ എന്ന് ചോദിക്കും. നിർത്തിയതിന് ഉടനെ നയന പറയുന്നുണ്ട്, അപ്പച്ചിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പച്ചി ഒന്ന് കഴുകി വെച്ചേക്കാൻ, അതിന് നിൻ്റെ വീട്ടിലൊരാൾ ഇരിപ്പുണ്ടല്ലോ, അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേന് നയനയും ദേവയാനിയും നിന്ന് ചിരിക്കും. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ എന്തിനാ അവളെ ഇങ്ങനെ ചുടിപ്പിക്കുന്നതെന്ന്. ചുമ്മാ ഒരു രസത്തിനാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മോളിത് കുടിക്കാൻ പറയുന്നുണ്ട്. നയനെ അത് കുടിക്കും. എന്നിട്ട് പറയും, അമ്മ ഇനി ഇങ്ങനത്തെ കൊണ്ടുവരരുത്, ഭയങ്കര കയ്പ്, അമ്മയെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. എന്നാൽ എൻ്റെ പൊന്നു മോക്ക് വേണ്ടിയല്ലേ, എൻ്റെ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനയെ താലോലിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.